കാന്തം വെച്ചാൽ മതി. ഞാൻ 2 എണ്ണം വെച്ചിരിക്കുകയാണ്. സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി വെച്ചതാണ്. ഈ ബ്ലാക്കിലേക്ക് ബ്ലാക്ക് കൊടുക്കുകയാണ്. ബ്ലാക്കിലേക്ക് ബ്ലാക്ക് കൊടുത്തു. ഇനി പോസിറ്റീവ് കൊടുക്കണ്ട, ഇങ്ങനെ കയ്യിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ 12 വോൾട്ട് വെച്ചു, പവർ ഓൺ ആക്കി. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ചെറുതായിട്ട് വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് ഒന്നും കൂടി കാന്തം ഹൈറ്റിൽ വെക്കണം എന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതുകൊണ്ടാണ് ഇത് വെച്ചത് കേട്ടോ. അപ്പൊ ഈ റെഡ് വെച്ച് എന്നിട്ട് സെന്ററിലേക്ക് കൊണ്ടുവയ്ക്കുക. കണ്ടോ, ഇപ്പൊ കറക്റ്റായി ഇങ്ങോട്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടതെന്നറിയോ, ഞാൻ ആ വെച്ച കാന്തം നോർത്താണ് ആ മുകളിൽ കാണുന്നത്. ചൂണ്ടുവിരലും നടുവിരലും ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പൊ എന്തായി, എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ കറക്റ്റാക്കിയിട്ടുള്ളൂ കേട്ടോ, ബാക്കി കറക്റ്റാക്കിയിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, എൻ്റെ പോസിറ്റീവ് ഏതാ, ഇതാണ്. ഇതാണ് റെഡ്. അപ്പൊ ഇവിടെ എന്ത് വേണം, കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പൊ ഈ കൈ എന്ത് ചെയ്യണം, ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അങ്ങോട്ടായിരിക്കും. ഇനി തിരിച്ചാണെങ്കിലോ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഇങ്ങനെയാണ്, ഇങ്ങോട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഒന്ന് മാറ്റി വയ്ക്കും. ഇനി ഞാൻ ഈ ബ്ലാക്കും വേറെടുത്തിട്ട് എന്ത് ചെയ്തു, ബ്ലാക്കിലേക്ക് റെഡ് കൊടുക്കുകയാണ്. ആവർത്തിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പോയി, നേരെ നോക്കൂ, ഓപ്പോസിറ്റ് ആയിട്ട് പോയി. അങ്ങനെ അപ്പൊ ഒരു കുട്ടി ചോദിക്കുക, സാറേ കറണ്ട് റിവേഴ്സ് ചെയ്യണം. ഞാൻ അതിന് പകരം ഈ കാന്തം എടുത്തിട്ട് ഇപ്പൊ സാറ് വെച്ചതിന് നേരെ തിരിച്ചു വെച്ചു വിചാരിക്കാം, ഇങ്ങനെ വെച്ചു വിചാരിക്കാം, തിരിച്ചു വെച്ചു, എന്നിട്ട് ഈ പരീക്ഷണം ചെയ്ത് എങ്ങനെ കിട്ടുക ചോദിക്കാം. അപ്പൊ നമ്മൾ ഉത്തരം പറയരുത് കേട്ടോ, ഉത്തരം പറയരുത്, ചെയ്യട്ടെ. നമ്മളായിട്ട് ഉത്തരം പറയരുത്. ചെയ്യുമ്പോൾ റിവേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കണം. നോക്കിയേ, പവർ ഓൺ ആക്കി, റിവേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് എന്ത് ഐഡിയ കൊടുക്കാൻ പറ്റും, പറ. കറണ്ട് റിവേഴ്സ് ചെയ്യുന്നത് മാത്രമല്ല, മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സ് ചെയ്താലും സംഭവിക്കും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി എന്തായി, ഡെപ്ത് കൂടി. അപ്പൊ അങ്ങനെ കൂടി പഠിപ്പിച്ച സംഗതി ശരിയായി. മറ്റേ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് പറയേ, എയിൽ നിന്ന് ബി. അപ്പോൾ ചെയ്യണേ, ഇതിന്റെ മേലെ ഒരു പേപ്പറിൽ എന്ന് എഴുതിയിട്ട് ഇവിടെ ഒട്ടിച്ചേക്കുക. അല്ലെങ്കിൽ വേണ്ട, വൈറ്റ് റോഡിൽ കുത്തിട്ട് അങ്ങനെ മതി. കറക്റ്റാണ്, ഇതിന് മേലെ എഴുതിയാലും മതി. ഇവിടെ ബി എഴുതാം. എന്നിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതേ പരീക്ഷണം ചെയ്തിട്ട് കറണ്ട് റിവേഴ്സ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് കാന്ത റിവേഴ്സ് ചെയ്യും. അപ്പൊ ആ സാധനം കറക്റ്റ് എടുക്കും.